അത് നമ്മുടെ വയനാട്ടിൽ പ്രശ്നം വരുന്നതിന് മുമ്പ് 5 ദിവസം മുമ്പ് CCTV എല്ലാം നശിച്ചുപോയി, അടിച്ചുപോയി. എന്തൊരു കുതിരത്താ, അള്ളാഹുവിൻ്റെ എന്തോ വലിയ കറാമത്തരം സംഭവിച്ചിരിക്കുന്നു. 5 ദിവസം മുമ്പ് അവിടുത്തെ എല്ലാ CCTVയും വർക്കിംഗ് ആവുന്നില്ല. ആരും അറിയുന്നില്ല, ശ്രദ്ധിക്കുന്നുമില്ല. മൃഗങ്ങളെല്ലാം ഇറങ്ങി പോവുകയും ചെയ്തു. മൃഗങ്ങൾക്ക് മനസ്സിലായി ഈ മൃഗങ്ങളെന്ന് പറയുമ്പോൾ നോക്കണേ, നമ്മളോട് കരുണയുള്ളതാണ് ഈ മൃഗങ്ങൾ. ഇല്ല, അതുകൊണ്ടല്ലേ ആ ഒരു കുഞ്ഞും തള്ളയും ആ കിളവി പോയിട്ട് ആനയുടെ മുന്നിൽ ചവിട്ടിക്കൊല്ലണം, അരിക്കൊമ്പൻ്റെ മുന്നിൽ പോയിട്ട്. അതുപോലത്തെ മറ്റൊരു കൊമ്പനാണല്ലോ, ഞങ്ങളെല്ലാം നശിച്ചു പോയി, ഞങ്ങളെ കൊല്ലല്ലേ, ഞങ്ങളെ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ മൃഗങ്ങൾ പോലും കരഞ്ഞില്ലേ? പട്ടി പൂച്ചയ്ക്ക് പാല് കൊടുത്തില്ലേ? എന്താ നമുക്കിത് ഒരുപാട് പാടുണ്ട് അബീവേ, ഒരുപാട് പാടുണ്ട്. പട്ടി പൂച്ചയ്ക്ക് പാല് കൊടുത്തു, പട്ടി കിടന്നു കൊടുത്തു, പൂച്ചക്കുഞ്ഞുങ്ങൾ വന്ന് കുടിക്കുന്നു. എന്നാൽ പട്ടി പൂച്ചയെ കടിച്ചുകൊണ്ട് പോകേണ്ടതാ. പട്ടിക്ക് അന്നം കൊടുത്തവർ അവരെ കാണാതെ വന്നപ്പോൾ ആ പട്ടി കുരച്ച് നടക്കാണ്. ഭക്ഷണം കൊടുത്ത് പോലീസുകാർ കൊണ്ടുവന്ന് ബിരിയാണി വെച്ച് കൊടുത്ത് വേണ്ട, എൻ്റെ ആളിനെ കാണണം, അതിന് വേണ്ടിയിട്ട് ഓടി. അവസാനം കണ്ടുപിടിച്ചപ്പോൾ ഇതുപോലൊരു സ്നേഹം. ഒന്ന് ആലോചിച്ച് നോക്കി. മൃഗങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടപ്പോൾ ഒരൊട്ടകം കരയുകയായി. ഒട്ടകം കരയുന്നു. നബിയെ കണ്ടപ്പോൾ കണ്ണിങ്ങനെ. അപ്പോൾ നബിക്ക് മനസ്സിലായി നീ പട്ടിണിയാണെന്നുള്ളത്, നീ പട്ടിണി കിടക്കുകയാണെന്നുള്ളത് നബി തങ്ങൾക്ക് മനസ്സിലായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടനെ ചോദിച്ചു സഹാബാക്കളോട്, ആരാണ് ഈ ഒട്ടകത്തിൻ്റെ ഉടമസ്ഥൻ, ആരാണ്? ഒരു കാട്ടറബി എഴുന്നേറ്റ് വന്നു, ഞാനാണ് നബിയേ. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഈ ഒട്ടകത്തിൻ്റെ വിഷയത്തിൽ ആഖിറത്തിൽ നീ ചോദ്യം ചെയ്യപ്പെടും കേട്ടോ. മഹ്ശറിൽ ചോദ്യമുണ്ട്. പശുവിൻ്റെ കാര്യത്തിൽ, കോഴിയുടെ കാര്യത്തിൽ, ആടിൻ്റെ കാര്യത്തിൽ, ആട്ടിൻകുട്ടിയുടെ കാര്യത്തിൽ, പൂച്ചയുടെ കാര്യത്തിൽ, നിങ്ങളൊക്കെ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളുടെ കാര്യത്തിൽ നാളെ മഹ്ശറയിൽ ചോദ്യമുണ്ടാകും. നിങ്ങളെന്താ വിചാരിച്ച ഇഷ്ടാനുസരിച്ച് അങ്ങോട്ട് വളർത്താമെന്നില്ലേ? അത് കിടന്ന് മേമേന്ന് കിടന്ന് കരഞ്ഞിട്ട് വെള്ളം കൊണ്ട് കൊടുക്കാനും ഇല പറിച്ചിട്ട് കൊടുക്കാനും കഷ്ടപ്പെടാതെ അതിനെ ഇടങ്ങറാക്കി അതിനെ പട്ടിണി കിട്ടാൻ എൻ്റെ പൊന്ന് താത്ത ഒരു സുഖവുമില്ല. ഈ മൃഗങ്ങൾ വന്നിട്ട് റബ്ബിൻ്റെ കോടതിയിലും മഹ്ശറിലും മറുപടി പരാതി പറയും, നിങ്ങൾക്കെതിരെ പരാതി പറയും. ഇത് കണ്ടില്ലേ, ഒട്ടകം കരഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതിൻ്റെ വിഷയത്തിൽ നീ ആഖിറത്തിൽ പിടിക്കപ്പെടും. അതുകൊണ്ട് നമ്മളൊരു മൃഗങ്ങളെ വളർത്തുവാണെങ്കിൽ മാന്യമായിട്ട് വളർത്തണം. അതിനെ വിഷമിപ്പിക്കരുത്, അതിനെ പട്ടിണിക്കിടരുത്. മൃഗങ്ങളെ അറക്കുമ്പോഴും നമ്മൾ മാന്യമായിട്ട് അറക്കണം. അതിനായിട്ട് കഷ്ടപ്പെടുത്തി അറക്കാൻ പാടില്ല. ഇടുങ്ങിയ സ്ഥലത്ത് കൊണ്ടുപോയി എങ്ങനെയെങ്കിലുമൊക്കെ തെള്ളിയിട്ട് വെട്ടി കീറിയിട്ട് പിന്നെ തലയൊക്കെ അടിച്ച് പൊട്ടിച്ചു വിടൂല റബ്ബ്. ഇത് വരും, ഈ മൃഗം വരും നാളെ മഹ്ശറയിൽ. അതിൻ്റെയൊക്കെ ഹദീസുണ്ട്, സമയമില്ലല്ലോ. ഹദീസുകൾ ഇങ്ങനെ കിടക്കുക. അതിൻ്റെയൊക്കെ വരുന്നതൊക്കെ രംഗങ്ങൾ, മൃഗങ്ങൾ വരും. എന്നെ തലക്കടിച്ച് കൊന്നവൻ, അതുകൊണ്ട് അത്തുറസാക്ക് അള്ളാഹുവേ, അതുകൊണ്ട് അവൻ എന്നെ തലക്കടിച്ച് കൊന്നവനാ റബ്ബേ. എന്നിട്ട് എന്നെ വെട്ടിനുറുക്കി വിറ്റ് കാശുണ്ടാക്കി ബിസ്മി പറഞ്ഞ് അറത്തില്ല അള്ളാഹ്, അതുകൊണ്ട് അവനാ പടച്ചവനെ. എല്ലാം വരും. കോഴിയെ അള്ളാഹു ഹലാലെന്നും പറഞ്ഞിട്ട് കഴുത്ത് ഞെരിച്ച് കൊന്നതാണ്ട് ഇറച്ചി വെച്ച് കച്ചവടം ചെയ്തവനാണ് അവൻ അള്ളാഹ് വലിയ ബോർഡ് ഹലാലെന്ന് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അറുത്ത് കൊടുത്ത മൊത്തം ആറാമായിട്ടാണ് പിടിപടച്ചവനെ പൊക്കും. മഹ്ശർ എന്ന് പറഞ്ഞാൽ അതാണല്ലോ. ഇവിടെ നമുക്ക് അള്ളാഹുവെ പടച്ചവനെ റബ്ബെ, നിസ്കരിക്കാൻ വന്നപ്പോൾ എൻ്റെ പൈസ മേടിച്ചുകൊണ്ട് പോയവൻ, അതുകൊണ്ട് അവൻ്റെ നിസ്കാരം കണ്ട അവിടെ താടിയും തൊപ്പിയും കണ്ടില്ലേ, പൈസ ആരാവുണ്ട്, മനുഷ്യനെ പറ്റിച്ച് നടക്കുന്ന കളിപ്പിച്ച് നടക്കുന്നവനാണ് റബ്ബെ. അള്ളാഹ് അവിടെ വെച്ച് തന്നില്ല പടച്ചവനെ. പിടി വാ സുബൈറെ, വാടാ ഇങ്ങോട്ട്, മാറുന്നില്ലടാ, എല്ലാം പൊക്കും നാളെ മഹ്ശറിൽ. എന്താപ്പം മഹ്ശർ നിങ്ങൾ ധരിച്ചത്? മഹ്ശർ എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞ് ധരിച്ചത്? ആളുകൾ വിചാരിച്ചെന്തോ വലിയ രസമുണ്ട്, നമുക്ക് നല്ല സിനിമാറ്റിക്സ് ഡാൻസ് കേൾക്കാൻ പറ്റും മഹ്ശർ എന്ന് പറഞ്ഞാൽ. ഓടി വാന്ന് പറഞ്ഞിരിക്കുകയാണ്. എല്ലാം A to Z മുഴുവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പൊട്ടിക്കും, കൊണ്ടുവരും. വനുഖ്രിജു ലഹു യൗമൽ ഖിയാമത്തി കിതാബാ യൽഖാഹു മൻശൂറാ. ഒരു വലിയ പുസ്തക രൂപത്തിൽ അല്ലാഹു നമ്മൾ ചെയ്ത മുഴുവൻ നന്മകളും തിന്മകളും ഒക്കെ കാണും അതിനകത്ത്. എല്ലാം ഇതേപോലെ വലിയൊരു ഏടായിട്ട് കൊണ്ടുവരും. ഇതിപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇവിടെ 22ാം വാർഷികമെന്ന് പറഞ്ഞ് വലിയൊരു ബുക്കടിച്ചിട്ടുണ്ട്. അതിങ്ങനെ അങ്ങോട്ട് തുറന്നാൽ ആദ്യം 2-3 തലകൾ കാണാം.
പിന്നെ ഇങ്ങോട്ട് തുറക്കുമ്പം ഓരോന്ന് അവിടുത്തെ കുറച്ച് വിലക്കുറവും ഗുണമേന്മയും കാണാം. പിന്നെ ഇവിടുത്തെ സംഭവങ്ങളെക്കുറിച്ച് പറയും. പിന്നെ പ്രസംഗിക്കാൻ വരുന്ന മനസ്സിനെ പറ്റിക്കാൻ വരുന്ന മുസ്ലിയാക്കന്മാരുടെ പേര് പറയും. പിന്നെ ഇതിനകത്ത് കുറച്ച് ദഫ് മുട്ടുന്നവരുടെ പേര്, അങ്ങനെ കുറേ, പിന്നെ കുറേ ടിപ്പർ, ലോറി, ഇതെല്ലാം ഓരോന്നോരോന്ന് ബുക്ക്. ഇതേപോലെ നമുക്ക് ബുക്കുണ്ട് നാളെ, കിതാബ, വലിയ കിതാബായിരിക്കും. ഇതുകൊണ്ട് നമ്മുടെ മുന്നിൽ കൊണ്ടുവന്ന് വെക്കും. നമ്മളിപ്പോൾ കോടതിയിലെ കേസ്, ഇപ്പോൾ നമ്മുടെ മഅദനിയുടെയൊക്കെ കേസ് നമ്മൾ വായിച്ചിട്ടില്ലേ, 25,000 പേജുള്ള കുറ്റപത്രം സമർപ്പിച്ചു എന്ന് വായിച്ചിട്ടില്ലേ? കോടതിയിൽ 25,000 പേജുള്ള ഏത് കാലത്ത് വായിക്കാനത്? കോടതിയിൽ നിന്ന് വരുന്ന ബുക്ക് അങ്ങനെയാണ്. 5,000 പേജുള്ള 10,000 പേജുള്ള കുറ്റപത്രത മുന്നിൽ കൊണ്ടുവന്ന് സമർപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കിതാബാക്കി. കാരണം നമ്മൾ ഇത്രയും വർഷത്തിനുള്ളിൽ ചെയ്ത തെറ്റ് തിന്മകളും നന്മകളും എല്ലാം ഈ കിതാബായിട്ട് നമ്മുടെ മുന്നിൽ കൊണ്ടുവയ്ക്കും. ഇവിടെ നമുക്ക് ഈ കഷ്ടപ്പെട്ട് ഈ ഒരു ബുക്ക് അവർ അടിച്ചു കൊണ്ടുവന്നപ്പം നമുക്കിത് വായിക്കാനൊന്നും സമയമില്ല, തിരക്കാണെന്ന്. പറയാളിയ എത്ര രൂപ വേണമെന്ന് ഞങ്ങൾ പറഞ്ഞാൽ മതി, വായിക്കാനും നോക്കാനൊന്നും സമയമില്ല, ആ പൈസ അങ്ങ് തന്നേക്കാന്ന് പറയും. മായസറെ മോനെ അളിയ ആ പണി നടക്കൂല, വായിരടാന്ന് പറയും. എവിടെ പോനാ? അല്ല മില്ല് തുറന്നില്ല അല്ലാ, കോഴിയൊക്കെ തുറന്ന് വിട്ടില്ല അല്ലാ, പാടത്ത് പോത്തിനെ അയച്ചിട്ടുണ്ട്, അതിനൊന്ന് പിടിച്ച് കെട്ടട്ടെ അല്ലാ, പൊണ്ടാട്ടി സ്കൂളിൽ പോകാൻ റെഡിയായിരിക്കും, ഒന്ന് കൊണ്ടുവിടട്ടെ അല്ലാ. അവിടെ ഇതൊന്നും പറയാൻ വഴിയില്ല. അവിടെ വേറെ ജോലിയില്ല. അവിടെ നമ്മുടെ ജോലി ഹിസാബാണ്. അവിടെ ഹിസാബാണ് മഅ്ശറൽ ജോലി. ഇവിടെ നമുക്ക് വായിക്കാൻ സമയമില്ല. അവിടെ അല്ലാഹു നമ്മളോട് പറയും, ഇഖ്റ കിതാബക്, ഇഖ്റ കിതാബക്. നിന്റെ ഗ്രന്ഥമാണ്, നിന്റെ ഭാഗധേയമാണ്, നിന്റെ ഡിസ്കാണ്, നിന്റെ ചിപ്പാണിത്, വായിക്കടോ വായിക്കടോ. ووضع الكتاب فترى المجرمين مشفقين مما فيه ويقولون يا ويلتنا ما لهذا الكتاب لا يغادر صغيرة ولا كبيرة إلا أحصاها ووجدوا ما عملوا حاضرا ووجدوا ما عملوا حاضرا. നമ്മുടെ കിതാബ് നമ്മുടെ മുന്നിൽ വെക്കപ്പെടുമ്പോൾ പടച്ചവനെ ഭയഭക്തിയോടെ, പേടിയോടെ, ഭയവിഹ്വലതയോടെ അതിലേക്ക് നോക്കിയിട്ട് നമ്മൾ ദീർഘശ്വാസം വിട്ടിട്ട് വിളിച്ചു പറയും, യാ വൈലതനാ, ഞങ്ങളുടെ നാശമേ, ഞങ്ങളുടെ നഷ്ടമേ. ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. ഒരു വള്ളി പുള്ളി പോലും വിടാതെ പടച്ചറബേ, അത് മുഴുവനും നീ ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ അല്ലാ. വവജദൂ മാമിലൂ ഹാളിറാ. അവർ ചെയ്തത് മുഴുവനും അവരുടെ മുന്നിൽ ഒരു ഡിസ്ക് രൂപത്തിൽ, LCD രൂപത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരുടെ മുന്നിൽ വെളിവാക്കി കൊടുക്കുമത്രേ. പോയില്ലേ? ക്യാമറയുടെ ചിപ്പെല്ലാം എടുത്തിട്ടിട്ട് കൊണ്ട് കാണിക്കുകയാണ്. പറയടാ, ഖിറ കിതാബ് വായിക്കുന്നിൻ്റെ അല്ലേ? അതെ അല്ലാ, അതെ അല്ലാ, അതെ അല്ലാ. ഒന്നും മറുപടി പറയാനില്ല, ഒന്നും മറുപടി പറയാനില്ല. നിൻ്റെ എന്നല്ലേ അത്? നിൻ്റെ മുഖം തന്നെയാണല്ലോ. അതെ അല്ലാ, നീ പോയതല്ലേ ഇത്? അതെ. ആ സ്കൂളിൻ്റെ പിറകെ വെച്ച് സംഭവിച്ചു, ആ കോളേജ് വെച്ച്, ആ വണ്ടി വെച്ച്. പ്ലീസ് പരസ്യപ്പെടുത്തല്ലേ അല്ലാ, ഒന്ന് പൊരുത്തപ്പെട്ടതാ അല്ലാ, ഒന്ന് മാപ്പാക്കിത്താ അല്ലാ. അവിടെ പോയി പറയാൻ പറ്റൂല, ഇവിടെ വെച്ച് ഡിലീറ്റ് ആക്കിക്കോ. അവിടെ അതിനുള്ള സമയമില്ല. മലക്കുകൾ മറ്റേ അമ്പും ബില്ലോട്ടിരിക്കുകയാണ് കുത്താൻ വേണ്ടിയിട്ട്. ഇവിടെ പൊരുത്തപ്പെടാനൊക്കെ അവിടെ ഇനി അള്ളായിട്ട് അറിഞ്ഞു വല്ലതും പൊരുത്തപ്പെട്ട് തന്നാൽ പൊരുത്തപ്പെട്ട്, അല്ല നടക്കൂല. ഇവിടെ വെച്ച് ഡിലീറ്റ് ആക്കിക്കോ, ഇവിടെ വെച്ച് ഡിലീറ്റ് ആക്കിക്കോ. അവിടെ പോകുമ്പോൾ ഇതിനകത്ത് ഒന്നും കാണൂല, ക്ലിയർ ചാറ്റായിരിക്കും. ഇവിടെ വെച്ച് കരയണം രാത്രി എഴുന്നേറ്റ്.
അല്ലെങ്കിൽ പോയി സംഭവം. ഇതെല്ലാം കാണുന്നു, ഇതൊക്കെ ഖുർആനല്ലേ. വജദു മഅമിലു ഹാദിറ وقالوا لو كنا نسمع أو نعقل ما كنا في أصحاب السعير. അല്ലാഹുവേ, അന്ന് പറഞ്ഞത്, അന്ന് പ്രഭാഷണത്തിലൂടെ പറഞ്ഞത്, അന്ന് ഖുർആൻ ഓതിയപ്പോൾ അതിൻ്റെ അർത്ഥം വെച്ചത്, അന്ന് ഞങ്ങളത് കേട്ടിരുന്നെങ്കിൽ മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ, ഈ കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിലേക്ക് നാദാ ഞങ്ങൾ വീഴുമായിരുന്നില്ല. അല്ലാഹ് അവിടെ പറയും. പക്ഷെ അവിടെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മുസ്ലിമീങ്ങൾക്ക് ആഖിറത്തെക്കുറിച്ച് വിശ്വാസമില്ലാന്ന്. അവിടെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇവിടെ നമ്മൾ പറയണം. കല്ലാ ഇദാ ദുഃഖത്തിൽ അർളു ദക്കൻ ദക്കാ വജാഅ റബ്ബുക വൽ മലകു സഫൻ സഫാ വജീഅ യൗമഇദിൻ ബിജഹന്നം യൗമഇദിൻ യതദക്കറുൽ ഇൻസാൻ വഅന്നാ ലഹു ദിക്റാ. ആ നരകത്തിൻ്റെ ക്ഷോഭവും പ്രകമ്പനവും നീ കേൾക്കാതിനെ കെട്ടിവലിച്ച് നിന്റെ മുന്നിലേക്ക് കൊണ്ടുവരുമ്പോ യതദക്കറുൽ ഇൻസാൻ, മനുഷ്യൻ ഒന്ന് ചിന്തിക്കും, അല്ലാ ഇതിലേക്ക് എന്നെ എറിയാൻ പോവുകയാണോ? അല്ലാ ചെയ്തു പോയ അപരാധമാണ്, തെറ്റ് സംഭവിച്ചു പോയി റബ്ബേ, പൊരുത്തം തരണേ അല്ലാ. ഞാൻ ആ തെറ്റ് ചിന്തിക്കുന്നു പടച്ച റബ്ബേ. അല്ല ചോദിക്കുന്നു ഫന്നാ ലഹു ദിക്റാ. അവിടെ വെച്ച് ആ നരകം കണ്ടിട്ട് നീ ചിന്തിച്ചിട്ട് ഒരു പുണ്യവുമില്ല സഹോദരാ. ഫന്നാ ലഹു ദിക്റാ മാഫി ഫൈദ ഖലാസ് കുല്ലും ദുനിയ ഖലാസ് ഹിന മാഫി ഹിനാലത്തൂൽ ലർബ് ഇടി 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 എല്ലാം അവിടെ വെച്ച് തന്നെ ചോദിക്കാനുള്ളതൊക്കെ ദുനിയാവി വെച്ച് ചോദിച്ചു. എത്ര വലിയ തെറ്റാണെങ്കിലും അള്ളാഹ് പൊരുത്തപ്പെട്ടരും, പേടിക്കണ്ട. ഇല്ലാ മൻ താബ വആമന വഅമില അമലൻ സാലിഹാ ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്. അല്ലാഹു അക്ബർ. എത്ര വലിയ കരുണയുള്ള തമ്പുരാൻ. എന്താ പറഞ്ഞറിയോ? എത്ര വലിയ കരുണയുള്ള തമ്പുരാൻ. നമ്മൾ 100 വ്യഭിചരിച്ചു, 1000 ലിറ്റർ വെള്ളം അടിച്ചു, പടച്ച റബ്ബിനോട് വന്ന് പറഞ്ഞു, യാ റബ്ബ് ചെയ്തു പോയി, പൊരുത്തം തരണം, ഇനി ഇല്ല റബ്ബേ. ഈ 1000 ലിറ്റർ മദ്യം, 1000 ലിറ്റർ സംസം വെള്ളം നീ സദക്കാ ചെയ്തതിൻ്റെ കൂലിയായിട്ട് അള്ളാഹ് എഴുതി തരും. 1000 പ്രാവശ്യം വ്യഭിചരിച്ചെങ്കിൽ 1000 റക്അത്ത് നീ നിസ്കരിച്ചതിൻ്റെ ഫലമാക്കി അള്ളാഹ് അത് മാറ്റിത്തരും. ഖുർആൻ പറഞ്ഞ വാക്കാണ്. നമ്മുടെ തൗബ എന്ന് പറഞ്ഞതാണ്. ഞാൻ ചെയ്തു പോയി എത്ര വലിയ അപരാധമാകട്ടെ, ആ അപരാധം അള്ളാഹ് തിരിച്ചിട്ടിട്ട് ഫൗലായിക യുബദ്ദിലുല്ലാഹ് സയ്യിആതിഹിം ഹസനാത്ത്, അവൻ്റെ തിന്മയ്ക്ക് പകരമായി നന്മയാക്കി യുബദ്ദിലുല്ലാഹ് തബ്ദീൽ ചെയ്യും, അള്ളാഹ് മാറ്റിത്തരുമെന്ന്. ഈ തെറ്റ് മൊത്തം അള്ളാഹ് നന്മയാക്കി തരും. ഇതിൽ കൂടുതൽ അള്ളാഹ് എന്ത് വേണം? ഇതിൽ കൂടുതൽ അള്ളാഹ്ക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ? പക്ഷെ നമ്മൾ തൗബ ചെയ്ത് മടങ്ങണം, അള്ളാഹയോട് പൊരുത്തം ചോദിച്ച് മടങ്ങണം. അങ്ങനെ മടങ്ങിക്കഴിഞ്ഞാൽ പടച്ചവൻ നമുക്ക് രക്ഷ തരും. ഒരിക്കലും നമ്മൾ വിഷമിക്കരുത്. നമ്മളെ കൊണ്ടുപോയി നരകത്തിയിട്ട് കത്തിച്ച് ചാമ്പലാക്കി അള്ളാഹ്ക്ക് കണ്ട് രസിക്കലൊന്നും അള്ളാഹുടെ ശൈലിയിൽ പെട്ടതല്ല. അള്ളാഹ് കരുണയുള്ളവനാണ്, അള്ളാഹ് റഹ്മാനാണ്. ദഖല റജുലുൻ അൽ ജന്നത വലം യഅമൽ ഖൈറൻ ഖത്ത്. നബിയുനാ റസൂലുള്ളാഹി തങ്ങളെ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്, ഒരാളെ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചു, ജീവിതത്തിൽ ഒരു നന്മയും അദ്ദേഹം ചെയ്തിട്ടേ ഇല്ല. അങ്ങനെ ഒരാളെ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചതായിട്ട് ആദരവായ റസൂലുള്ളാഹി തങ്ങളെ സ്വഹാബാക്കളെ അറിയിച്ചു കൊടുക്കുകയാണ്. എന്താണ് അദ്ദേഹം ചെയ്ത നന്മയെന്നറിയുവോ? അള്ളാഹുവിൻ്റെ മുന്നിൽ സുജൂദ് ചെയ്യാത്ത ഒരു വ്യക്തിയാ,
ജനങ്ങളെല്ലാം നടുറോഡിൽ ശങ്കിച്ച് നിൽക്കുമ്പോൾ ഒരു വടവൃക്ഷം വീണ് കിടക്കുകയാണ്. ജനങ്ങൾക്ക് യാത്രയ്ക്ക് തടസ്സമായി നിന്ന ആ മരത്തെ വെട്ടിമുറിച്ചു മാറ്റിയിട്ട് ഗതാഗത തടസ്സം നീക്കി ഗതാഗത യോഗ്യമാക്കി കൊടുത്ത ഒരാളെ, ജീവിതത്തിൽ വേറെ നന്മ ചെയ്യാത്ത ആ മനുഷ്യനെ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചു എന്ന് നബിയുന ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ചെറിയ നന്മ. റോഡിൽ കിടന്ന ഒരു മരം ആരും എടുക്കാനോ അത് വെട്ടി മാറ്റാനോ ഒന്നും തയ്യാറായില്ല. ജനങ്ങൾക്ക് പോകാനും കഴിയുന്നില്ല. ആളുകളൊക്കെ പേടിച്ചു നിന്നു. ഇയാൾ പോയിട്ട് അതെല്ലാം വെട്ടി മാറ്റി ആളുകൾക്ക് യാത്ര ചെയ്യാനുള്ള സൗകര്യം ഒരുക്കി കൊടുത്തു. അവസാനം എന്തായി? അദ്ദേഹത്തെ അല്ലാഹു സ്വർഗത്തിലും കയറ്റി. ഒന്നും ചെയ്തിട്ടില്ല, നിസ്കരിച്ചിട്ടില്ല, നോമ്പ് പിടിച്ചിട്ടില്ല, ഹജ്ജ് ചെയ്തിട്ടില്ല, സക്കാത്ത് കൊടുത്തിട്ടില്ല. അപ്പം നമ്മളൊരു ചെറിയ അമല് റോഡിൽ, നമ്മളിപ്പം ബൈക്കിനകത്ത് യാത്ര ചെയ്യാൻ ഒരു ഓല വീണ് കിടക്കുകയാണ്, നമ്മളെന്ത് ചെയ്യും? ഇങ്ങോട്ട് മാറ്റി അങ്ങോട്ട് മാറ്റി അങ്ങ് പോകും, അതവിടെ കിടക്കും. ഇങ്ങനെ മാറ്റി ഇങ്ങനെ പോകും, അതവിടെ കിടക്കും. ഒരു മരച്ചില്ല ഒടിഞ്ഞ് കിടക്കുകയാണ്, റോഡിൽ കിടക്കുകയാണ്, ഒരു വലിയൊരു വിറക് കഷ്ണമാണ്, നമ്മളിങ്ങനെ മാറ്റി ഇങ്ങനെ പോകും. വണ്ടി അവിടെ നിർത്ത്, എടുത്ത് മാറ്റിയിട്. ചിലപ്പോൾ ഇതായിരിക്കും നിന്നെ സ്വർഗത്തിലെത്തിക്കുന്നത്. നീ വിചാരിക്കും ഞാൻ അങ്ങനെ തൗബ കൊടുത്തി കൈയിട്ടുകൊണ്ട് അങ്ങനെ പള്ളിയുടെ ഒന്നാമത്തെ സഫി പോയിരുന്ന അങ്ങ് കിട്ടുമെന്ന്. കിട്ടും, ഉണ്ടമ്പൊരി കിട്ടും. അത് മൊത്തവും നിസ്കരിച്ചിട്ട് വന്ന് അനിയവാക്കാടെ കടയിരുന്ന് ആ വടയും ചായയോടെ ഒപ്പം അത് മൊത്തം തീർക്കും അവിടെ. അതോടുകൂടി ഉള്ളവൻ്റെ ഫനായും ബിത്തിനായും ഗീബത്തും നമീമത്തും മൊത്തവും അനിയവാക്കാടെ ചായക്കടയ്ക്കകത്ത് വെച്ച് ആ ബെഞ്ചിനെ നാളെ അള്ളാഹ് സ്കാൻ ചെയ്യും. എത്ര ചന്തികൾ അതിനകത്ത് ഇങ്ങനെ നിരങ്ങി ഇരുന്ന് രംഗമെന്നറിയാവോ? എന്താ അത് അതിൻ്റെ ഗ്ലേസിങ് എന്നറിയാവോ? ആ ബെഞ്ചിൻ്റെ ഗ്ലേസിങ്. സുബഹി മുതൽ ഇഷ വരെയുള്ള ഗ്ലേസിങ് അതിനകത്തുണ്ട്. ഇത് മൊത്തം നാളെ പോക്കും. ഈ സ്കാൻ മലക്കടത്ത് സ്കാൻ കൊണ്ടുവരാൻ പറയും. അല്ലാഹ് അനീവാടെ സുബൈറിൻ്റെ ലത്തീഫിൻ്റെ ഹദീജയുടെ സമൂഹിൻ്റെ മുഴുവൻ തിളങ്ങും സംഭവം അവിടെ ഇരുന്നിട്ട് പിന്നെ പിത്തിനായും ബസാദ് പറയുന്നത്. പോയില്ലേ? അമല് മൊത്തം പോയില്ലേ? നമ്മൾ ഓരോരുത്തരിൽ നിന്ന് പൈസ സാധനം മേടിക്കും, കടം മേടിക്കും. പച്ചക്കറി കടക്കാരൻ്റെ കടയിൽ നിന്ന്, മുട്ടക്കടക്കാരൻ്റെ കടയിൽ നിന്ന്, കോഴിക്കടക്കാരൻ്റെ, പലചരക്ക് കടക്കാരൻ്റെ കടയിൽ നിന്ന്, മീൻ കച്ചവടക്കാരൻ പാടിച്ചിരിക്കും. ഒത്തിരി പൈസ കൊടുക്കാനുണ്ട്. കൊടുക്കുന്നില്ല എന്ന് കാണുമ്പോൾ അളിഞ്ഞ മീൻ കൊടുക്കാൻ തുടങ്ങും. പിന്നെ ഗതിയില്ലല്ലോ, എന്ത് ചെയ്യാൻ? പൈസ കൊടുക്കണ്ടേ? ഇതൊന്നും കൊടുക്കാതെയാണ് ഇവിടെ നിസ്കാരം. ഭയങ്കര നിസ്കാര വിവാദത്താണ്. എന്നിട്ട് മരിച്ചുപോയി. പൊരുത്തപ്പെട്ട് തരുമോ ഈ കടക്കാരൻ? അവൻ കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കി കൊണ്ടുവന്ന് ത്യാഗം സഹിച്ചിട്ട് അവൻ നടത്തിയ കച്ചവടമാണ്. ആ കച്ചവടത്തിൽ നിന്ന് സാധനം വാങ്ങിക്കൊണ്ടുപോയി നിൻ്റെ മക്കളെ നീ തീറ്റിച്ച്, അവൻ്റെ ഹക്കാത്. അവൻ്റെ പച്ചക്കറിയുടെയും കോഴിയുടെയും പൈസ നീ കൊടുത്തിട്ടില്ല. എന്നിട്ട് നീ ഇവിടെ ഭയങ്കര നിസ്കാര വിഭാഗത്തും നീ മരിച്ചുപോയി. അവൻ പൊരുത്തപ്പെട്ടില്ല എങ്കിൽ എൻ്റെ പൊന്നു സൂറാത്ത സ്വർഗത്തിൽ പോകാൻ പറ്റൂല. കയറ്റിവിടൂല. അല്ലോ ഞാൻ നിസ്കരിച്ച് കല്ലി വല്ലി നിൻ്റെ നിസ്കാരം, ഞാൻ ഖുർആനോദി കല്ലി വല്ലി നിൻ്റെ ഖുർആനോദി. അള്ളാഹുവേ ഞാൻ 30 നോമ്പ് 60 നോമ്പ് പിടിച്ച് 60 100 നോമ്പ് പിടിച്ചിട്ട് നീ കാര്യമില്ല, മാറ്. വല്ലവൻ്റെയും പൈസ നിൻ്റെ കയ്യിലല്ലേ? അവൻ്റെ വെണ്ടയ്ക്കായ നിൻ്റെ മക്കളുടെ വയറ്റിൽ കിടക്കുന്നത്, അവൻ്റെ അമരയ്ക്ക നിൻ്റെ മക്കളുടെ വയറ്റിൽ കിടപ്പുണ്ട്. അവൻ കഷ്ടപ്പെട്ട് പൈസ എടുത്ത് കട തുടങ്ങിയതാണ്. ചില ആൾക്കാരൊക്കെ പറയും സാധാ കടയിട്ട ഓടുമെന്ന്. നീ ചിലപ്പോൾ ഓടേണ്ടി വരും 2 മാസത്തിനുള്ളിൽ. ചിലപ്പോൾ കടയിട്ടപ്പോൾ ഓടും. കാരണം എല്ലാം ഓടും. കല്യാണം പറ്റെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? പറ്റിച്ച് ഇല്ലേ? പറ്റുന്നല്ലേ എന്നെ പറയാ? അതിൻ്റെ അർത്ഥം എന്താ? പറ്റിച്ച്. നല്ല കറിയായിരുന്നു, അത് പറ്റിച്ചെടുക്കാന്ന് പറഞ്ഞാൽ എന്താ? വെള്ളമൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു, ഒന്നുമില്ലാതെ പറ്റിച്ച്. അതൊന്നുകൂടെ നല്ല മലയാളത്തിൽ പറഞ്ഞാൽ വറ്റിച്ച് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, വറ്റിച്ചെടുത്ത് കളഞ്ഞ അളിയാ. ഒന്നുകൂടെ നല്ല മലയാളത്തിൽ പറഞ്ഞാൽ അളിയ തേച്ചളിയ. ഒരു വല്ലാത്ത തേപ്പായിപ്പോയി അളിയാത്. കറക്റ്റല്ലേ? അതാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ ഇയാൾ മഹ്ശറിൽ വരാൻ വേണ്ടി പോവാ. ഇയാൾ മഹ്ശറിൽ എങ്ങനെ വരും? അതാണ് രസം. അല്ലാ, ചെറിയ കളിയല്ല മോനെ. നെത്തോലി ചെറിയ മീനല്ല കേട്ടോ, നെത്തോലി ചെറിയ മീനല്ല. സാധേ ബക്കറ്റ് വരുമല്ലോ ഉണ്ടോ എന്ന് ഉറങ്ങുവാന്ന മഹ്ശറിലെ കാര്യം പറയുമ്പോൾ
ഇവിടെ മനുഷ്യന്മാർക്ക് ഉറക്കമില്ലാതെ രാത്രിയായി മായ്ശറല്ല. അല്ല, അങ്ങേർക്കെന്ത് മായ്ശറ, അങ്ങേർക്കെന്ത് കബർ. ഇച്ചിരി കാപ്പി കൂടി ഉഷാർ കിട്ടും. ബക്കരുടെ ആക്ക പെട്ടെന്ന് ബിസ്മില്ലാ. ഒരു 3 സലാത്തുമില്ല എല്ലാവരും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. അല്ലാഹുവേ, ഈ സ്വലാത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ പാവങ്ങൾ പൊരുത്തപ്പെട്ട് തരണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ദറജ ഉയർത്തണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളെ ഐബാക്കല്ലേ പടച്ച റബ്ബേ. ഒരുപാട് തെറ്റുകൾ ചെയ്തവരാണ് റഹ്മാനെ, മാപ്പ് ചെയ്യണേ അല്ലാ, പൊരുത്തം തരണേ അല്ലാ. പടച്ച റബ്ബേ, ഞങ്ങൾ ചെയ്യുന്ന എല്ലാ നന്മകൾ കൊണ്ട് നിന്നോട് വസീല തേടുന്നു റഹ്മാനെ. ഈ സാധുക്കളായ ജനങ്ങൾ 22 വർഷമായി ഈ നാടിന് ചെയ്യുന്ന നന്മകൾ കൊണ്ട് നിന്നോട് വസീല തേടുന്നു. അല്ലാഹുവേ, മഅ്ശറയുടെ വൻസഭയിൽ ഞങ്ങളെ ആരെയും നീ നാണം കെടുത്തല്ലേ പടച്ച റബ്ബേ. ഞങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ നന്മകളെ കൊണ്ട് നിറയ്ക്കണേ അല്ലാ, തിന്മകളെ ഒഴിവാക്കി തരണമേ അല്ലാ. ബർക്കത്തി സല്ലല്ലാഹു അലാ മുഹമ്മദ്. നമുക്കൊക്കെ ദുആ ഇറക്കുമ്പോഴേ അതിൻ്റെ കൂലി കിട്ടും. ഇതൊക്കെ ഉള്ളൂ ഹബീബേ. ഞാനൊക്കെ ഈ രക്ഷപ്പെട്ടു പോകുമെന്നുള്ളൊരു പ്രതീക്ഷ ഈ മജ്ലിസിലിരുന്ന് നിങ്ങൾ ആമീൻ പറയുന്നതിനല്ല. അമലുകളൊന്നുമില്ല, എല്ലാം വേസ്റ്റാണ്. പടച്ച റബ്ബേ, നീ സഹായിക്കണേ അല്ലാ. നമ്മുടെ സഹോദരങ്ങൾ ഹിദായത്തുൽ ഇസ്ലാം സാധു സഹായ സമിതി ഹിസ് എന്നാണ് എന്നത് എഴുതിയിരിക്കുന്നത്. ഭയങ്കര എഴുത്ത് തന്നെയാണ് സംഭവം. അപ്പോൾ ഈ ഹിസ് ഹൈനസ് അബ്ദുള്ള അതല്ലേ ഞാനിപ്പോൾ ഹിസ് എന്ന് പറഞ്ഞേ. കെ ആവാഞ്ഞത് ഹൈറായി, കെ ആയിപ്പോയാൽ കിസ്സായി പോയാൽ. അപ്പം ഹിസ് അല്ലേ നമ്മുടെ ഹിസ് എന്ന് പറഞ്ഞപ്പോൾ ഷാജാ മുസ്ലിയാർ ഭയങ്കര ചിരി. എൻ്റെ റബ്ബേ, ഇത്ര നേരം ചിരിക്കാത്ത ആള് കിസ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എന്താ ചിരി. കൊള്ളാം. അപ്പോഴേ നമുക്ക് ഈ ഹിദായത്തുൽ ഇസ്ലാംകാർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സഹായം. ഒരു വർഷം തോറും ഈ രോഗികൾക്ക്, കിഡ്നി രോഗികൾക്കും ക്യാൻസർ രോഗികൾക്കും ഇല്ലയോ, എത്ര രൂപ വെച്ചാൽ കൊടുക്കുന്നേ? 10 കൊടുക്കും, 15 കൊടുക്കും, അങ്ങനെ ഓരോരോ അസുഖങ്ങൾ ഇപ്പോഴത്തെ നിങ്ങൾക്ക് അറിയാമല്ലോ. അള്ളാഹുവെ പടച്ചവൻ കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ആമീൻ പറ. ഒരു രോഗം ക്യാൻസറൊക്കെ വന്നാൽ എന്താണെന്നറിയോ? അള്ളാഹുവെ റബ്ബേ, പെട്ടെന്ന് പെട്ടെന്ന് അടിച്ച് പോവാണ് ആളുകൾ. പെട്ടെന്ന് ചെറുപ്പക്കാരൊക്കെ പെട്ടെന്ന് അടിച്ചു പോവാണ്. ഇപ്പോൾ ചങ്ങനാശ്ശേരി ചങ്ങാതി 38 വയസ്സ് 2 മരിച്ചു. എന്താ ഇപ്പോൾ ഒരാൾ ഇപ്പോൾ ഇന്നലെ ഞാൻ കൊല്ലം ഇവിടെ കല്ലമ്പല ഡീസൻ്റ് മുക്കൽ പ്രസംഗം 27 വയസ്സ്, നല്ല ചെറുപ്പക്കാരൻ, 27 വയസ്സ്, സമ്പത്തൊക്കെ ഉണ്ട്, പെട്ടെന്ന് മരിച്ചു. അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, പുറത്തു കൊടുക്കട്ടെ. നമ്മുടെ സുഹൃത്ത്, നമ്മുടെ സൺസൺ അദ്ദേഹത്തിൻ്റെ അളിയൻ ഈ കഴിഞ്ഞ ദിവസം കരുവാറ്റായിൽ വെച്ചൊരു അപകടം ഉണ്ടായി. മോളുടെ കല്യാണത്തിന് വന്ന വാപ്പായും മോളും. എന്നാൽ വലിയ അപകടവുമല്ല. നോക്കണേ, ആ വാപ്പായും മോളും. ആ മോൻ ഇവിടെ ഇരിപ്പുണ്ട്, അദ്ദേഹത്തിൻ്റെ മകൻ വന്നിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ അളിയൻ വന്നിട്ടുണ്ട്. അള്ളാഹുവെ പടച്ചവനെ, അവരെ നീ സ്വർഗത്തിലെത്തിക്കണേ അള്ളാഹ്. ആ മോളെയും ആ പിതാവിനെയും സ്വർഗലോകത്ത് ഞങ്ങളീ ചെയ്യുന്ന ദുആ അവർ കേട്ട് ചിരിക്കണേ പടച്ചവനെ. അള്ളാഹുവെ, അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് നീ നല്ല ആഫിയത്ത് കൊടുക്കണേ അള്ളാഹ്, മനസമാധാനം കൊടുക്കണേ അള്ളാഹ്. എത്ര വലിയൊരു മകളുടെ കല്യാണം കണ്ട് സന്തോഷിക്കാൻ വേണ്ടി കൊതിച്ചിരുന്ന ഒരു ഉമ്മയാണല്ലോ. പക്ഷേ അള്ളാഹുവിൻ്റെ തീരുമാനം, നമുക്കിതൊന്നും പറയാൻ പറ്റില്ല, മനുഷ്യൻ്റെ അവസ്ഥ ഇതാണ്. അള്ളാഹുവെ റബ്ബെ, കരുണയുള്ളവനെ, നിൻ്റെ അർശ് കുർസിയുടെ ബർക്കത്തുകൊണ്ട് ആ ഉമ്മാക്ക് നല്ല സമാധാനം നീ കൊടുക്ക് പടച്ചവൻ.
ആ മോനെ നീ സ്വാലിഹാക്കി ഹാഫുള്ളാക്കി ആലിമാക്കി അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വത്തോടെ വളർത്തിയെടുക്കല്ല. ഒരു മോളുണ്ട്, ആ മോളെ നീ നല്ല രീതിയിൽ അള്ളാഹുവെ നീ വിവാഹം കഴിപ്പിച്ച് അയക്കണേ പടച്ചവനെ. ഒരു കുറവും ആ വീട്ടിലും ആ കുടുംബത്തിലും നീ കൊടുക്കല്ലേ പടച്ചവനെ. സന്തോഷം കൊണ്ട് നീ അനുഗ്രഹിക്കണേ പടച്ച. യാ അല്ലാഹ്, ഇതുപോലുള്ള പെട്ടെന്നുള്ള മരണം അതിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ റബ്ബേ, കാത്തുരക്ഷിക്കണേ റബ്ബേ, കാത്തുരക്ഷിക്കണേ റബ്ബേ. അപ്പോൾ ഈ സദഖകളൊക്കെ വലിയ ബർക്കത്ത് ചെയ്യും, വലിയ ഗുണം ചെയ്യും. അപ്പോൾ നമ്മുടെ ഈ സംഘടനയിൽപ്പെട്ടവർ അടുത്ത വർഷത്തേക്ക്, ഇപ്പോൾ ഇവിടെ ഇന്ന് ഒരുപാട് സഹായങ്ങൾ കൊടുത്തു ഇല്ലേ? അത് കഴിഞ്ഞ വർഷം നിങ്ങൾ വാങ്ങിയ പിരിച്ച പൈസയാണ് ഇല്ലേ? ഈ വർഷം ഇനി കിട്ടാനുണ്ടോ? ഒരുപാട് കിട്ടാനുണ്ട്. ഞാനിപ്പോൾ ഇതിലെ വള്ളിത്തുണ്ടി പ്രസംഗിക്കാൻ പോയപ്പോൾ ഉസ്താദ് വായ്ദ ഒന്നും ചെയ്യണ്ട, കിട്ടുന്നത് തരുന്നവർക്ക് ഉള്ളത് ഇനി മേടിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഈ വായ്ദ ചെയ്ത് വെച്ചിരുന്നിട്ടൊന്നും വലിയ കാര്യം. ഞാനീ പറഞ്ഞ പോലെ അതാ നാളെ മായ്ശറെ പിന്നെ കൊണ്ടുവരേണ്ടി വരും. നമ്മൾ പേഴ്സും ഇല്ലാതെയൊക്കെയാണ് വരുന്നത്. ചട്ടിയും പനിയനും എല്ലാം അവർ ഊരിക്കളയും ചെയ്യും. പോക്കറ്റൊന്നും കാണത്തില്ല. മയ്യത്ത് തുണിക്കാതെ എവിടെ കയറ്റിക്കൊണ്ട് വരാനാണ് പൈസ മായ്ശറയിൽ? അതൊന്നും കൊണ്ടുവരില്ല. അത് കൊടുക്കാൻ പറ്റുന്നത് നിങ്ങൾ ബാക്കി കടവിടരുത്. അതാണ് മഹേശ്വരയുടെ സംഭവം. 2 ദിവസം വെച്ചാലേ ഈ വിഷയം. 2 ദിവസത്തിൽ അവിടെ തീരാൻ 12 കൂട്ടങ്ങളുണ്ട് എഴുന്നേറ്റ് വരുന്ന രംഗങ്ങളൊക്കെ. അതിനൊക്കെ ഇപ്പോൾ പറയാനും സമയമൊന്നുമില്ല. പിരിവില്ലാതെ പ്രസംഗം ഒരു 2 മണിക്കൂർ വെച്ചൊരു 3 ദിവസം വെച്ചാൽ നമുക്ക് റാഹത്തായിട്ട് നല്ല പ്രസംഗിച്ച് തരും. അതാണ് എൻ്റെ കറക്റ്റ്, ഇല്ലയോ? അല്ല ഈ പിരിവിൻ്റെ കൂടെ എല്ലാം കൂടെ നടക്കൂലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് നമുക്ക് നാളെ മാശറയിൽ രക്ഷപ്പെടാനുള്ള വഴി നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ സദഖ ചെയ്ത് ഡിലീറ്റ് ആക്കാൻ പറ്റും. അപ്പോൾ ബാക്കി വെക്കരുത്. ഞാൻ നാളെ 2000 രൂപ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അത് കൊടുക്കാതെ നമ്മുടെ മയ്യത്തുങ്കര പള്ളിയിൽ കൊണ്ടടക്കിയാൽ ഈ 2000 രൂപ കൊടുക്കാത്തിടത്തോളം കാലം സ്വർഗത്തിൽ കയറാൻ പറ്റില്ല. ഹദീസുണ്ട്. ഞാൻ 100 വേണമെങ്കിൽ 100 ഹദീസ് ഞാൻ ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ ഖുദ്റത്ത് കൊണ്ട് ഞാൻ ഓതിത്തരാം. അത് വേണമെങ്കിൽ ആ വിഷയത്തിൽ വെറുതെ ഒന്നുമില്ല. 1 ദിർഹം 1 രൂപ കൊടുക്കാത്തതിൻ്റെ പേരിൽ അള്ളാഹു സ്വർഗം കൊടുക്കാത്ത എത്രയോ പേരുണ്ട്, അറിയോ? അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. എത്രത്തോളം എന്ന് വെച്ചാൽ ഒരു സഹാബിയുടെ ചരിത്രം പറയുന്നുണ്ട്. പല്ലുകുത്തി ഒരാളുടെ കുറേ സാധനം ലോഡ് ചെയ്ത് പോവുമായിരുന്നു. അങ്ങനെ ലോഡ് ചെയ്ത് അവിടെ കൊണ്ട് വെച്ചു. അപ്പോൾ ആ കുറേ സമയമായപ്പോൾ ഇങ്ങനെ കാത്തിരുന്നപ്പോൾ അതിൽ നിന്ന് ഒരു കമ്പ് ഓടിച്ച് അദ്ദേഹം പല്ലുകുത്തി കൊണ്ടുവന്ന സാധനം അയാളുടെ അല്ല, വേറെ ആളുടെ സാധനമാണ്. ആ പല്ലുകുത്തിയുടെ പേരിൽ ഇദ്ദേഹത്തിന് സ്വർഗത്തിൽ കയറാൻ പറ്റാതെ അവിടെ ഇരിക്കുകയാണ്. എന്ത് ചെയ്യാനാ സംഭവം? അതിൽ നിന്ന് ഒടിച്ച് പോലെ. അപ്പോൾ നമ്മളൊക്കെ ഹോട്ടലിൽ കയറിയിട്ട് ഒരു കമ്പെടുക്കാനേ ഒരു സ്റ്റിക്ക് ഇല്ലേ, ഒരെണ്ണം എടുക്കാനേ അവകാശമുള്ളൂ. നമ്മളൊരു 3-4 എടുത്ത് പോക്കറ്റിൽ വെക്കും, എന്നിട്ട് കുത്തിക്കൊണ്ട് നടക്കും. ഈ ഒരെണ്ണം പോയിട്ട് 4 എണ്ണത്തിന് മറുപടി നാളെ പറയണം. 4 എണ്ണം കൊണ്ടുവരണം നാളെ. നാളെ കമ്പ് കൊണ്ടുവരണം. 1 സ്പൂണ് അവിടെ വെച്ചേക്കും. ഈ ജീരകവും എല്ലാം മിഠായി എല്ലാം കൂടെ 1 സ്പൂൺ ഇടാൻ നമ്മൾ വാരി അങ്ങ് ഇടുമല്ലേ. അവൻ എന്താ പറയണം, പണ്ടാറക്കാലം മൊത്തം തീർത്ത് കളയല്ലോ ഇപ്പോൾ. അതുകൊണ്ട് ചിലവും അതെടുത്ത് അടിയിൽ വെക്കും. നമ്മൾ നാട്ടുകാരെ പോകുന്നതെന്ന് അറിയുമ്പോഴറിയാം, അള്ളാഹ് ചോറിനേക്കാളും കൂടുതൽ ഇതാ തിന്നുന്നത്, എടുത്ത് അടിയിൽ വെക്കും. അപ്പം ഇതുകൊണ്ട് ഇതൊക്കെ നാളെ ഹിസാബ് വരും. അവരുടെ പൊരുത്തമില്ല, നമ്മൾ വാങ്ങരുത്. ഒന്നുകൂടെ വേണോ സഹോദര? 1 സ്പൂൺ എടുത്തു. അവൻ പറഞ്ഞാൽ നമുക്ക് സമാധാനമുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാത്തിനും നാളെ ഹിസാബുണ്ട്. അതുകൊണ്ട് വായ്ദ ചെയ്യുന്നവർ ഇൻഷാ അല്ലാഹ് പറ്റുന്നത് ചെയ്താൽ മതി, ഇല്ലേ? കൊടുക്കാൻ പറ്റുന്നത് ചെയ്താൽ മതി ഇൻഷാ അല്ലാഹ്. അടുത്ത വർഷം വരെ സമയമുണ്ട്. നേരത്തെ പറഞ്ഞ കളിയ അടുത്ത വർഷം എന്നെ ഓർമ്മിപ്പിക്കണം, ഞാൻ മരിച്ചു പോയാൽ നീ പൊരുത്തപ്പെട്ടേക്കണം, അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ പോയി വാങ്ങിച്ചേക്കണം. അറിയത്തില്ല, കാരണം മനുഷ്യൻ്റെ അവസ്ഥ അങ്ങനെയാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് വരുന്ന വർഷത്തേക്ക് വേണ്ടി ബഹുമാനപ്പെട്ട ഷിഹാബുദ്ദീൻ ഉസ്താദ്, നമ്മൾക്കിവിടെ അദ്ദേഹത്തിൻ്റെ മക്കളുടെ വീട്ടിൽ നിന്നാണ് ഭക്ഷണം. അള്ളാഹു തആല വീട്ടുകാർക്കും കുടുംബത്തിനും ബർക്കത്തും ഹൈറും നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗീയ ഭക്ഷണം, നല്ല റാഹത്തായ ഭക്ഷണമായിരുന്നു. ചൂടെ കഴിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ സമയമില്ല. പിന്നെ മാത്രമല്ല നമ്മൾ നബിതങ്ങളുടെ പട്ടിണിയൊക്കെ പറഞ്ഞിട്ട് അടിച്ച് കയറ്റിയിട്ട് വന്നിരുന്ന് നബിയുടെ പട്ടിണിയൊക്കെ പറയുന്നതിനോടൊന്നും യോജിപ്പില്ല. പിന്നെ എല്ലാ ഉസ്താദന്മാർക്കും ഭക്ഷണം ഉണ്ടായി, അതുകൊണ്ട് റാഹത്തായി. അള്ളാഹു അവർക്ക് ബർക്കത്ത് ചെയ്യട്ടെ. അപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചു, ഇപ്പോൾ സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ ഒരു മകൻ ഈ അടുത്ത സമയത്ത് മരണപ്പെട്ടു പോയി. അള്ളാഹുവെ നീ പുറത്തു കൊടുക്കണേ പടച്ചവന്. നമ്മളെപ്പോഴും ഓരോ മനുഷ്യൻ്റെ അന്ത്യം എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. ഇപ്പോൾ ഒരാൾ ആത്മഹത്യ ചെയ്യുന്നു, ഈ ആത്മഹത്യ എന്തിൻ്റെ പേരില്ല, അതെങ്ങനെയായിരിക്കും, അതിൻ്റെ മരണം അതെങ്ങനെയായിരിക്കും,
ചെയ്ത ഉടനെ മരിച്ചോണമെന്നില്ലല്ലോ. പിന്നെ അത് മാറി ആശുപത്രി പോകുന്ന സമയത്ത് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിരിക്കും മരിക്കുക. ഇപ്പം ചില ആളുകളുണ്ട് പെട്ടെന്ന് ഈ രോഗം വരുമ്പം വേദന സഹിக்க വയ്യാതെ പോയി ആത്മഹത്യ ചെയ്യും. അപ്പോൾ ഞങ്ങളിങ്ങനെ ഒരു ഉസ്താദന്മാരോട് ഇങ്ങനെ സംസാരിച്ച് ആത്മഹത്യയൊക്കെ ചെയ്യുന്നത് നമ്മൾ അതിനെ പ്രേരിപ്പിക്കലല്ല, പക്ഷേ അവരുടെ ആ മരിക്കുന്ന സന്ദർഭം എങ്ങനെയാണെന്ന് നമുക്ക് ആർക്കും അറിയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അവർ ചെയ്തത്, ഞാൻ എൻ്റെ ഒരു കുടുംബത്തിലൊരു കുട്ടി മരണപ്പെട്ടു ഈ അടുത്ത സമയത്ത് കല്ലമ്പലത്ത്. തഹജ്ജുദ് മുടക്കാത്ത ചെറുപ്പക്കാരനാണ്, പയ്യൻ, ഒരു 10-22 വയസ്സേ ഉള്ളൂ. തഹജ്ജുദ് മുടക്കൂല, ഒരു ളുഹ മുടക്കൂല, ഒരു വഖത്ത് ജമാഅത്തല്ല, നല്ല വിദ്യാഭ്യാസമുള്ളവനാണ്. എന്താ അവൻ്റെ മുഖത്ത് ഐശ്വര്യം എന്നറിയോ? രാവിലെ നോക്കുമ്പോൾ വീട്ടിൽ തൂങ്ങി നിൽക്കുന്നു. എന്താന്ന് ആർക്കും ഒന്നുമില്ല, ഒരു മോശ സ്വഭാവമില്ല, ഒരു പെണ്ണുമായിട്ട് ബന്ധമില്ല, ഒന്നുമില്ല. തഹജ്ജുദിന് ഇവനാണ് എല്ലാവരും വിളിക്കുന്നത്. ഇവൻ തഹജ്ജുദിന് ആരും വിളിക്കാതെ കണ്ടപ്പോൾ ഉമ്മ സുബഹിയായിട്ട് ഇവനെ എഴുന്നേറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് പോയി റൂം തുറന്ന് നോക്കുമ്പോൾ തൂങ്ങി നിൽക്കുന്നു. എന്താ സംബന്ധം? പക്ഷെ അവൻ്റെ മയ്യത്ത് ഒരു ദിവസം കഴിഞ്ഞ് അടക്കിയത്. ആ സമയത്ത് മുഖത്ത് ഭയങ്കര ഒരു ഐശ്വര്യമായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, എങ്ങനെയാണ് ലാസ്റ്റ് നമുക്കറിയില്ല. അതുകൊണ്ട് നമ്മളാരെയും ഒരു മരണം കണ്ട് നമ്മൾ വിലയിരുത്തണ്ട. എന്തായാലും അള്ളാഹു ആ മകൻ പുറത്തു കൊടുക്കട്ടെ. ആ വാപ്പ ആലിമാണ്. ആലിമായ വാപ്പ മക്കളെ ഇൽമിൻ്റെ വഴികളിലൊക്കെ വിട്ടു, ദഅവത്തിന് വിട്ടു, ജമാഅത്തിന് വിട്ടു, നമസ്കാരത്തിനും ഇബാദത്തിനും പള്ളിയിലും മദ്രസയിലും ഒക്കെ വിട്ടു. ഒരു വാപ്പയുടെ ഹക്ക് മക്കളോടുള്ളത് നിർവഹിച്ചു. പിന്നെ ബാക്കിയുള്ള കാര്യം, ഇപ്പോൾ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മോൻ, നമുക്കിതിപ്പോൾ പറയാൻ പറ്റുമോ? അത് നമുക്കറിയില്ല. അതെന്തായാലും അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇബാദത്തിൻ്റെയും സദഖയുടെയും ബർക്കത്തുണ്ട്. ആ മകൻ അള്ളാഹു സ്വർഗം കൊടുക്കട്ടെ.